നിങ്ങൾ ഒരു കാരണവശാലും ഫാമിലി ഇഷ്യൂവിൻ്റെ ഇടയിൽ മറുഭാഗത്ത് നിൽക്കുന്ന പാർട്ട്ണറെ കുറിച്ചിട്ട് കുട്ടികളോട് മോശമായ രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. പല കേസുകളിലും ഇങ്ങനെ മറു പാർട്ട്ണറെ കുറിച്ചിട്ട് മറ്റേ പാർട്ട്ണർ വളരെ മോശമായ രീതിയിൽ കുട്ടികളോട് ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അച്ഛൻ അങ്ങനെയാണ്, അമ്മ എങ്ങനെയാണ്, ആരുടെ അടുത്ത് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ മൈൻഡിൽ കുത്തി നിറയ്ക്കും. നിങ്ങൾ എന്തൊക്കെ ഗിഫ്റ്റ് കുട്ടികൾ വാങ്ങിച്ചു കൊടുത്തിട്ടും അവരെ സ്വാധീനിച്ചിട്ട് കാര്യമില്ല. താൽക്കാലികമായിട്ട് അവർക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ഭാവിയിൽ ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ അവരുടെ സൈക്കോളജിയെ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ വളരെ നെഗറ്റീവ് രീതിയിൽ ബാധിക്കുന്നത് നമ്മൾ പല പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിരന്തരമായിട്ട് തൻ്റെ ഒരു പേരന്റിനെ കുറിച്ച് മറ്റൊരു പേരന്റ് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് സെൽഫ് ലവ് എന്ന സംഗതിയെ ഇല്ലാതായി പോകും. അവർക്ക് ലോകത്തിൽ എല്ലാത്തിനോട് ഒരു വെറുപ്പ് വരികയും ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. കുട്ടികളെ സംബന്ധിച്ചോളം അച്ഛനും അമ്മയും ഒരേപോലെയാണ് ലൈഫിൽ. അപ്പം ഒരാൾ താൽക്കാലിക വിജയത്തിന് വേണ്ടിയിട്ട് മറ്റേ പാർട്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് കുറ്റം പറയുന്നത് അവരെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. സോ നിങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആവുക, അത് നിങ്ങളുടെ സൗകര്യം. പക്ഷെ നിങ്ങൾക്ക് കുട്ടികളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ മറ്റേ പാർട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ കുത്തി നിറയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത്? ഒന്ന് കമന്റ് ചെയ്യണേ.